ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം അത് ഇന്ന് വീണ്ടും കനപ്പെടുകയാണ്. പത്തനംതിട്ടയിലും ബി.ജെ.പിയുടെ പ്രതിഷേധമുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ പ്രതിഷേധം. കാസർഗോഡ് പിന്നാലെ കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നടത്തുന്നത്. ബി.ജെ.പിയും യുവമോർച്ചയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും യൂത്ത് ലീഗും ഒക്കെ പലയിടങ്ങളിൽ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലായി ആരോഗ്യമന്ത്രിക്കെതിരെയായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. 2 ദിവസം മുൻപ് തിരുവനന്തപുരം തൈക്കാടൊക്കെ പോലീസ് ഗ്രൗണ്ടിലേക്ക് പോലും പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും പിന്നോട്ടില്ല, ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുയർത്തി ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളുമൊക്കെ സമരരംഗത്തുള്ളത്. പലയിടത്തും ജലപീരങ്കി പ്രയോഗിച്ച് സമരക്കാരെ പ്രതിരോധിക്കുകയാണ് പോലീസ്. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊപ്പം കാസർഗോട്ടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യം ഇന്നും ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ബി.ജെ.പിയുടെ 2 ഇടങ്ങളിലെ പ്രതിഷേധമാണ്. കാസർഗോഡ് സംഘർഷാന്തരീക്ഷം തുടരുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് ബി.ജെ.പി സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. അവിടെ സംഘർഷാന്തരീക്ഷം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ബി.ജെ.പി പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. ഈ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി.എസ്. അവരുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ തുറന്നു കാട്ടുന്നത് ഓരോ ദിവസവും തുടരുകയാണ്. അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന 54-കാരി മരിച്ചത്. ആ സംഭവമാണ് വളരെ വൈകാരികമായ തലത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകളെ ഈ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നാലെ മാതൃഭൂമി ന്യൂസ് നടത്തുന്ന അന്വേഷണത്തിൽ നമ്മുടെ പല ആശുപത്രികളുടെയും ഏറ്റവും പരിതാപകരമായ അവസ്ഥ നമ്മൾ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇടപെടലുകൾ അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ പ്രതിഷേധങ്ങളൊക്കെ തിരുത്തൽ വരുത്താനുള്ള പ്രേരകശക്തിയായി മാറട്ടെ എന്നതാണ്. പക്ഷേ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിയാണ് പ്രതിപക്ഷ സംഘടനകൾ സമരരംഗത്തുള്ളത്.